ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തമിഴ്നാടൻ സ്റ്റൈൽ സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. വെജിറ്റബിൾസ് ഒന്നും ഈ സാമ്പാറിന് ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിള്ളിപ്പൊട്ട സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഒരു ഗ്ലാസ് പരിപ്പാണ്. ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് 2-3 വട്ടം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഒരു 2 വലിയ പച്ചമുളക് നടുവേ കീറിയതും 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ പരിപ്പ് അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായിട്ട് ഉടഞ്ഞ് ഉള്ള രീതിയിലാണ് ഈ പരിപ്പ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു 5 വിസിലാണ് നമ്മൾ പരിപ്പ് വേകാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പേരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ തവി കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കറി റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഒരു 1/4 സ്പൂണ് ഉലുവ, അതേപോലെ 1/4 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂണ് ചെറുജീരകം, ഇത്രയും ചേർത്തിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെയാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 6 വറ്റൽമുളകാണ്. അപ്പം ഈ സാമ്പാറിന് എരിവ് വരുന്നത് വറ്റൽമുളകും നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ ഒക്കെയാണ്. അപ്പം വറ്റൽമുളകൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് ഒരു 10 അല്ലി ചെറിയുള്ളിയും ഒരു മീഡിയം സൈസ് സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളിയും ചെറിയുള്ളിയും അതേപോലെ വറ്റൽമുളകുമാണ്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പരിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിള്ളിപ്പൊട്ട സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തമിഴ്നാടൻ സ്റ്റൈൽ സാമ്പാറാണ്. അപ്പോൾ അവസാനമായിട്ട് മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കിള്ളിപ്പൊട്ട സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അതേ ഇൻഗ്രീഡിയൻസോ വെജിറ്റബിൾസോ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.